So, hi, good evening. Voice audible alle? Yes, ma'am. Yeah. Yes, ma'am. So, yeah, okay. So, welcome to the webinar on CMA USA conducted by Manyata Education. Myself, CMA Sumaya, Associate Faculty of Manyata Education. I am having an experience of more than 10 plus years in education field, and also having more than 5-6 plus years experience in corporate industry. And let's move to the webinar, right? So I'll be sharing the screen, and let me know the screen is visible for you, okay? So I think the screen is visible to you also, right? കാണുന്നുണ്ടല്ലോ അല്ലേ? Yes, കാണും. സോ അപ്പൊ ഇന്നത്തെ വെബിനാറിൽ നമ്മൾ CMA USA കുറിച്ചിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്, എന്താണ് CMA USA, ആർക്കൊക്കെ CMA USA ചെയ്യാം, ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വെബിനാറിലൂടെ സംസാരിക്കുന്നത്. ഓക്കെ, സോ വാട്ട് അബൌട്ട് CMA? നമ്മൾക്ക് ആ ടേം കേട്ട് നല്ല പരിചയം ഉണ്ടല്ലേ, CMA USA. എന്തുകൊണ്ടാണ് CMA USA എന്ന് സ്പെഷ്യലി എടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ we have other CMA certification also, അല്ലെ? CMA India എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ത്യൻ കോഴ്സ് കൂടി, ഒരു സർട്ടിഫിക്കേഷൻ കൂടി ഉണ്ട്. ദാറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം നമ്മുടെ CMA USA തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ദാറ്റ് ഈസ് ഹോൾലി ഡിപ്പെൻഡ്സ് ഓൺ കോസ്റ്റ് മാനേജ്മെന്റ് ആണ് CMA India എന്ന് പറയുന്നത്. നമ്മളിലേക്ക് വരുമ്പോൾ CMA USA എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു എക്സാം പ്രൊവൈഡ് ചെയ്യുന്നത്, സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ബോർഡ് എന്ന് പറയുന്നത് US ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള IMA ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ബോർഡാണ് നമ്മുടെ ഈ ഒരു സർട്ടിഫിക്കേഷനും ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾക്ക് അറിയാം അല്ലെ? നോർമലി വരുന്ന ഒരു അക്കൗണ്ടന്റ് എന്നുള്ള, യെസ്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീൽഡ് തന്നെയാണ് ഡെഫിനറ്റ്ലി മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. അപ്പൊ എന്താണ് അവിടെ വരുന്ന ഒരു വേരിയേഷൻ, കീ പോയിന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. IMA എന്ന് പറയുന്നത് നമ്മുടെ ബോർഡ് തന്നെയാണ്. IMA പ്രൊവൈഡ് ചെയ്യുന്ന മറ്റു കോഴ്സസ് കൂടി ഉണ്ട്, FMA എന്നൊക്കെ പറയുന്ന കോഴ്സസ് കൂടി ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് CMA USA ആണ് അല്ലെ? സോ ലെറ്റ്സ് മൂവ് ടു ദ മെയിൻ തിങ്. വാട്ട് ഈസ് ആക്ച്വലി മെൻ ബൈ മാനേജ്മെന്റ് അക്കൗണ്ടന്റ്? എന്താണ് ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇസ് ദാറ്റ് മോർ ലൈക്ക് ഒരു അക്കൗണ്ടന്റ് പോലത്തെ ജോബ്സ് ആണോ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ചെയ്യുന്നത്? അതല്ല, എന്തുകൊണ്ടാണ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നവർ, എസ്പെഷ്യലി ഓൾറെഡി വർക്കിംഗ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിക്കോട്ടെ, അതല്ല ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരാളായിക്കോട്ടെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിക്കോട്ടെ, എന്തുകൊണ്ടാണ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഒരു വാല്യൂ കിട്ടുന്നത് എന്നുള്ളത്, ഒരു റെക്കഗ്നിഷൻ കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സി, ഒരു അക്കൗണ്ടന്റ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നുണ്ടാവുക അവിടെ? ആക്ച്വലി അവർ ചെയ്യാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനിയിൽ ഡേ ടു ഡേ നടക്കുന്ന ഓപ്പറേഷൻസ് അല്ലെ, കാര്യങ്ങൾ, ട്രാൻസാക്ഷൻ, മോർ ദാൻ ഓപ്പറേഷൻസ് പറയുന്നതിലധികം ട്രാൻസാക്ഷൻസ് അല്ലെ, മോണിറ്റർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ, എത്ര എമൗണ്ട് ക്യാഷ് വന്നു, എത്ര ക്യാഷ് പോയി, അതൊക്കെ ഏത് മേഖലകളിലേക്കാണ് വന്നത്, പോയത്, കാര്യങ്ങളൊക്കെ ആ ഡേ ടു ഡേ നടന്ന ട്രാൻസാക്ഷൻ അല്ലെ, ആ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അക്കൗണ്ടന്റിന്റെ ജോബ് അല്ലെ. അപ്പൊ ആ ഒരു ട്രാൻസാക്ഷൻസ് വെച്ചിട്ട് അല്ലെ, ജേർണൽ എൻട്രി വെച്ചിട്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക, ആ ലെഡ്ജേഴ്സ് തമ്മിൽ അതൊക്കെ യൂസ് ചെയ്തിട്ട് പല തരത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കുക. നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഇൻകം സ്റ്റേറ്റ്മെന്റ്, അതായത് P&L എന്ന് പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുക, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക, സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ മാത്രം, നോൺ ക്യാഷ് ഫ്ലോ ആയിട്ടുള്ള ക്യാഷ് ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യാത്ത ട്രാൻസാക്ഷൻസ് ഉണ്ടാവും അല്ലെ. അപ്പം ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള, അത് ക്യാഷ് മാത്രം, ക്യാഷ് ഫ്ലോ, റിയൽ ക്യാഷ് ഫ്ലോ നടന്നിട്ടുള്ള
സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആര് ചെയ്യുന്നത്? ബേസിക്കലി ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടന്റ് എന്നുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾ ചെയ്യുന്നത്. ഓക്കെ, മാനേജ്മെന്റ് അക്കൗണ്ടന്റിലേക്ക് വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റോ കാര്യങ്ങളോ ബേസ് ലെവലിൽ നിന്ന് അവർ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനിയിൽ ഒരു ഓർഗനൈസേഷനിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇതുപോലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാവും അല്ലെ. ആ സ്റ്റേറ്റ്മെന്റുകൾ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? കമ്പനിയുടെ ഒരു ഹെൽത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, കമ്പനിയുടെ ഒരു പെർഫോമൻസിനെയാണ് അവരെന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ബേസിൽ കമ്പനിയുടെ നിലവിലുള്ള സ്റ്റാറ്റസ് എന്താണ്, ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഒരു കമ്പനി ചെയ്യണം, ഏത് രീതിയിൽ കമ്പനി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലാണ് കമ്പനി കുറച്ചുകൂടി പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ, പ്രൊഡക്റ്റ് ലൈൻ ഒക്കെ ഉള്ള ഒരു കമ്പനി, ഒരു ഒറ്റ സിംഗിൾ പ്രൊഡക്റ്റ് അല്ലാതെ മറ്റു പ്രൊഡക്ട്സും കൂടി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പ്രൊഡക്ട്സും കൂടി ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ മാർക്കറ്റിൽ, ഏതൊക്കെ കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണം, ഇങ്ങനെയുള്ള കമ്പനിയുടെ ഒരു ലോങ് ടേമിലേക്കുള്ള ഗ്രോത്തിനെ, ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടുള്ള ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റേണൽ ആയിട്ടുള്ള യൂസിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ, ഇൻസൈറ്റ്സ് കൊടുക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ ജോബ് റോൾ എന്ന് പറയുന്നത്. അവരുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പൊ കീ റോൾസ് എന്ന് പറയുമ്പോൾ അവർ എന്തൊക്കെയാ കാര്യമായിട്ട് ചെയ്യുക? നമ്മുടെ ഒരു ഓർഗനൈസേഷനിലുള്ള ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റിനെ കൊണ്ട് ആ കമ്പനി ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഫിനാൻഷ്യൽ അനാലിസിസ്. എന്താ ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ കാര്യം അല്ലെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാവും, ഒരുപാട് വേറെയും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവർ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക. അനലൈസ് എന്ന് വെച്ചാൽ എന്താ, ഓൾറെഡി ഒരു ഡാറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. എന്നിട്ട് അതിനെ എന്താ പറയാ, നമ്മൾ അതിനെ വിശദമായിട്ട് പഠിച്ചതിന് ശേഷം ഇത് ചെയ്യുന്നത് എഫക്റ്റീവ് ആണോ, ഇത് ചെയ്യണോ, ഇതിന് പകരം വേറെ എന്തൊക്കെ ചെയ്യണം, അതല്ലേ അനാലിസിസ് എന്ന് പറയാ. നമ്മൾക്കൊരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ഫിനാൻഷ്യൽ അനാലിസിസ് ചെയ്യാന്നുള്ളത് ഒരു മേജർ റോളാണ് ആരുടേത്? മാനേജ്മെന്റ് അക്കൗണ്ടന്റിൻ്റെത്. ഇത് ചെയ്തിട്ട് എന്താ വേണ്ടത്? ഇത് നമ്മളിങ്ങനെ അനാലിസിസ് മാത്രം ചെയ്ത് ഇൻഫർമേഷൻ കൊടുത്താൽ മാത്രം മതിയോ? അല്ല, പോരാ. മാനേജ്മെന്റിന് എന്ത് ചെയ്യേണ്ടി വരും? ഇതിന്റെ ഒക്കെ ബേസിൽ ഒരു ഡിസിഷൻസ് എടുക്കേണ്ടി വരും അല്ലെ. നമ്മൾ അതിനു വേണ്ടിയിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പൊ ഈ ഡിസിഷൻസ് എടുക്കുമ്പോൾ മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുക. ആ രീതിയിലല്ല ആ ഡിസിഷൻ എടുക്കേണ്ടത്. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിനാണ് ഡിസിഷൻ മേക്കിങ്ങിൽ അസിസ്റ്റ് ചെയ്യുക, മാനേജ്മെന്റിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡിസിഷൻ സപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് അബൌട്ട് സ്ട്രാറ്റജിക് പ്ലാനിങ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, എന്താ ലോങ് ടേമിലായിട്ടുള്ള ഒരു വിഷൻ ഉണ്ടാവും ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. വിഷൻ, മിഷൻ, ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഏത് രീതിയിൽ ഒരു 5 വർഷം ആകുമ്പോഴേക്കും കമ്പനിയുടെ പൊസിഷൻ എവിടെ എത്തണം അല്ലെ, ആ രീതിയിലാണ് നമ്മൾ മിഷനും വിഷനും ഒക്കെ സെറ്റ് ചെയ്യുക. അപ്പം അതിലേക്കുള്ള ഒരു പ്ലാനിങ് ആണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. ലോങ് ടേമിലായിട്ടുള്ള കമ്പനിയുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള പ്ലാനിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയാം. വേറെയും പ്ലാനിങ് ഉണ്ടാവും അല്ലെ, നമ്മൾക്ക് ഡേ ടു ഡേ ഓപ്പറേഷൻസിന്റെ പ്ലാനിങ് ഉണ്ടാവും, ഒരു മന്ത് ബേസിലായിട്ടുള്ള, ഒരു ഇയർ ബേസിലായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവും, ഓപ്പറേഷണൽ പ്ലാനിങ്സ് ഉണ്ടാവും, സെയിൽസ് പ്ലാനിങ് ഉണ്ടാവും. അതൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് വരുന്ന പ്ലാനിങ് ആണ്. അതിനൊക്കെ മുകളിൽ ആദ്യം നമ്മൾക്ക് എന്തുണ്ടാവണം? ഒരു ബ്രോഡർ അപ്രോച്ച് നമ്മൾക്ക് ഉണ്ടാവണം. കമ്പനിയെ കുറിച്ച്, കമ്പനി എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഈ പോകുന്ന ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിലാണ് കമ്പനി പോവേണ്ടത്, എവിടെയാണ് കമ്പനി എത്തിപ്പെടേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക കമ്പനി മാനേജ്മെന്റ്. അപ്പൊ അവിടെയൊക്കെ ആരുടെ റോൾ ഇമ്പോർട്ടന്റ് ആണ്? ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ റോള് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പം അത് നമ്മൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാലുള്ള, നമ്മളൊരു മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആയി കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ അല്ലെ. അപ്പം ഇതുപോലെ നമ്മൾ CMA US ഇങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റ്സ് വിചാരിച്ചിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ CMA US ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്ന ബെനിഫിറ്റ്സ് ആണ് കരിയർ അഡ്വാൻസ്മെന്റ്, ഇൻക്രീസ്ഡ് ഏർണിംഗ് പൊട്ടൻഷ്യൽ, ഗ്ലോബൽ റെക്കഗ്നിഷൻ, ജോബ് സെക്യൂരിറ്റി, ബെറ്റർ ജോബ് സെക്യൂരിറ്റി. കരിയർ അഡ്വാൻസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നോർമലി അക്കൗണ്ടിങ് ജോബിലുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. CMA US ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും? അതിൽ നിന്നും അവരുടെ പൊസിഷൻ, ഒരു ഉയർന്ന പൊസിഷനിലേക്ക് എന്ത് കിട്ടും? അവർക്ക് പ്രൊമോഷൻ കിട്ടും അല്ലെ. അതിനാണ് നമ്മൾ കരിയർ അഡ്വാൻസ്മെന്റ് എന്ന് പറയാം. നോർമൽ ഏതെങ്കിലും ഒരു ലോവർ ലെവലിലോ മിഡിൽ ലെവലിലോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കരിയറിലുള്ള ആളുകൾക്ക് എന്തിനുള്ള ഓപ്ഷനാണ്? അവരുടെ കരിയർ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മെത്തഡാണ് എന്ത്? CMA US ക്വാളിഫൈ ചെയ്യാന്ന് പറയുന്നത്.
ഇൻക്രീസ്ഡ് ഏർണിംഗ് പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ എന്താ, നമ്മൾക്ക് അതിന് സാധ്യത ഉള്ളത് എന്നുള്ള അർത്ഥമാണ് അല്ലെ. അപ്പം ഡെഫിനറ്റ്ലി നമ്മുടെ കരിയർ അഡ്വാൻസ് ആവുമ്പോ, അപ്ഗ്രഡേഷൻ നടക്കുമ്പോ, ഈവൻ ഒരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് CMA USA കൂടി ക്വാളിഫൈഡ് ആവുമ്പോ രണ്ട് കേസാണ് അവിടെ ഉള്ളത് അല്ലെ. ഒന്നുകിൽ CMA USA ഇല്ലാത്ത, CMA ക്വാളിഫൈഡ് അല്ലാത്ത ഒരു നോർമൽ ഗ്രാജുവേറ്റും CMA USA ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഗ്രാജുവേറ്റും. അപ്പം ഒരു ജോബ് പൊസിഷന് വേണ്ടിയിട്ട് ഒരു ബേസ് ലെവലിലായിട്ടുള്ള ഒരു ജോബ് ലെവലിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇതുപോലെ രണ്ട് കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ ആരെയായിരിക്കും ചൂസ് ചെയ്യുക അല്ലെ? CMA അഡീഷണൽ ആയിട്ടുള്ള ഒരാളെയാണ് എന്തായാലും ചൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ BCom ഗ്രാജുവേറ്റിന് മാത്രമാണ്, ഏതെങ്കിലും ഒരു ഗ്രാജുവേറ്റിന് മാത്രമാണ് അവർ ആ ഒരു പൊസിഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്തെങ്കിൽ പോലും CMA ഉള്ളത് കാരണം ഒരുപക്ഷെ എന്ത് സംഭവിക്കാം അല്ലെ, ആ കമ്പനിയിൽ അങ്ങനെ സംഭവിച്ച കേസസ് ഉണ്ടായിട്ടുണ്ട്. നോർമൽ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് ജോബ് ഓപ്പണിങ്ങിന് ഇന്റർവ്യൂവിന് പോയിട്ട് CMA ക്വാളിഫൈഡ് ആയതുകൊണ്ട് ആ കമ്പനിയിൽ തന്നെ ഓൾറെഡി ഉള്ള മറ്റു ഹയർ പൊസിഷനിലേക്ക് പ്ലേസ്മെന്റ് കിട്ടിയ ആളുകളുണ്ട്. അപ്പം ആ രീതിയിൽ അവരുടെ ഏർണിംഗ് പൊട്ടൻഷ്യൽ കൂട്ടാൻ വേണ്ടിയിട്ട് എന്തിനെ കൊണ്ട് പറ്റും? നമ്മുടെ CMA USA കൊണ്ട് പറ്റും. ഓക്കെ, വാട്ട് അബൌട്ട് ഗ്ലോബൽ റെക്കഗ്നിഷൻ? എന്താ ഗ്ലോബൽ റെക്കഗ്നിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? CMA USA ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? US ബേസ്ഡ് ആയിട്ടുള്ള IMA ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ CMA ഇന്ത്യ ഒക്കെ എടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് ഒരു മാക്സിമം ഒരു 50 അറൌണ്ട് അത്രയും കൺട്രീസിനുള്ളിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക, അതിനുള്ള റെക്കഗ്നിഷൻ ഉള്ളത്, സൈനിങ് അതോറിറ്റി പവർ ഉള്ളത് നമുക്ക് അത്രയും കൺട്രീസിനുള്ളിൽ മാത്രമാണ്. ഓക്കെ, CMA USA ഗ്ലോബലി അക്സെപ്റ്റഡ് ലൈക്ക് ഒരു 150+ കൺട്രീസിൽ നമ്മൾക്ക് എന്തുണ്ട്, അക്സെപ്റ്റൻസ് ഉണ്ട്. നമ്മുടെ സർട്ടിഫിക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മളിപ്പം GCC കൺട്രീസിലായിക്കോട്ടെ, ഏഷ്യൻ കൺട്രീസ്, അതുപോലെ ആ ഒരു കൺട്രീസിൽ ഉള്ള അതേ അക്സെപ്റ്റൻസ്, USA അതേ അക്സെപ്റ്റൻസ് മറ്റു പല രാജ്യങ്ങളിലും 150+ കൺട്രീസിൽ നമ്മൾക്ക് എന്തുണ്ട്, അക്സെപ്റ്റൻസ് ഉണ്ട്. അതൊരു വലിയ കാര്യമാണ് അല്ലെ. നമ്മൾക്ക് മാക്സിമം റെക്കഗ്നേഷൻ, ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് തീർച്ചയായും അതൊരു പ്രസ്റ്റീജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു പ്രൈഡ് ആണ് അല്ലെ. ബെറ്റർ ജോബ് സെക്യൂരിറ്റി. എന്താ ജോബ് സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉറപ്പുള്ള ഒരു ജോബ് അല്ലെ. ഇപ്പൊ നമ്മള് ഒരു നോർമൽ അക്കൗണ്ടിങ് ജോബ് ചെയ്യാൻ BCom കഴിഞ്ഞ ഏതൊരാളെ കൊണ്ടും പറ്റും അല്ലെ. അതല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ഏതെങ്കിലും 3 മാസത്തെ കോഴ്സ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പോകുന്ന കമ്പനിയിൽ ഇപ്പൊ ടാലി അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ആണ് അവർ യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് ഒരു 3-4 മാസത്തെ കോഴ്സ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം, അത്തരം ജോലിയിലേക്ക് കയറാം. അങ്ങനെ കയറാൻ ഒരുപാട് ആളുകളും ഉണ്ടാവും. ഓക്കെ, അപ്പൊ കമ്പനിക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അവർ ആ കമ്പനി ഉദ്ദേശിക്കുകയാണ് നമുക്ക് എംപ്ലോയീസിനെ കട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു അക്കൗണ്ടിങ് ജോബിലുള്ള ആളുകൾ അവർക്ക് കൂടുതലും നമ്മൾക്കിപ്പോ AI ഒക്കെ കടന്ന് വരവാണ് അല്ലെ. അപ്പൊ ഈ റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ജോബ്സ് ഒക്കെ വളരെ ഈസി ആയിട്ട് AI കൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നുള്ള ഒരു ജോബ് റോളിലേക്ക് വരുമ്പോൾ അവിടെ മോർ ദാൻ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ട്, അതിന്റെ ബേസിൽ ഒരു ഔട്ട്പുട്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തരിക എന്നതിലപ്പുറം ഒരു ഹ്യൂമൻ ഇന്റർപ്രിട്ടേഷൻ ആണ് അല്ലെ. നമ്മുടെ ഒരു മൈൻഡ് ബ്രെയിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള, അതിന്റെ ഒരു ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ആവശ്യമായിട്ടുള്ള ഏരിയ ആണ് ഈ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. വെറും ഡാറ്റ മാത്രം വെച്ചിട്ട് നമ്മൾക്കൊരു എല്ലാ കേസിലും ഓരോ റിപ്ലൈ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഒരേ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഒരേ ഇഷ്യൂ ആയിരിക്കും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അത് ഫേസ് ചെയ്യുന്ന സമയം, കാലഘട്ടം, ആളുകൾ, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസും മാറിക്കൊണ്ടേയിരിക്കണം. അത് നമുക്ക് AI വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെ എന്തിന്റെയും കൂടി ഹെൽപ്പ് വേണം, ഹ്യൂമന്റെ ഇന്റലിജൻസിന്റെയും കൂടി ഹെൽപ്പ് ഇല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല? AIക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അതാണ് ബെറ്റർ ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ഇഷ്യൂ, ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി പറയുകയാണെങ്കിൽ നമ്മൾക്ക് എന്താണ്, നമ്മുടെ ജോബ് മോർ സെക്യൂർഡ് ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന്റെ ഒരു പാറ്റേണിലേക്ക് വരാം. എങ്ങനെയാണ് CMA USA വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന്റെ എക്സാമും കാര്യങ്ങളൊക്കെ എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. 2 എക്സാംസ് ആണ് ഉള്ളത് അല്ലെ. എല്ലാവർക്കും ഒരുപക്ഷെ അറിയുന്നുണ്ടാവും. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. CMA USAയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള പ്രൊഫഷണൽ കോഴ്സസിനെ വെച്ച് നോക്കുമ്പോൾ യു ഹാവ് ഓൺലി 2 പേപ്പേഴ്സ്. 2 പേപ്പർ മാത്രമേ ഉള്ളൂ. ACC ഒക്കെ ആണെങ്കിൽ 13 പേപ്പർ ഉണ്ട്. CA ഇന്ത്യ അല്ലെങ്കിൽ CA ഓർ CMA ഇന്ത്യ ഒക്കെ ആണെങ്കിൽ, CS ആണ് ഇതാണെങ്കിലൊക്കെ എന്തുണ്ട്,
നമ്മൾക്ക് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ലെവൽ ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഉണ്ട്, ഫൈനൽ ഉണ്ട്, അങ്ങനെ ഒരുപാട് കടമ്പകൾ കഴിയാനുണ്ട് അല്ലെ. CMA USA ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് 2 എക്സാംസ് ഓൺലി. പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. 2 എക്സാം നമ്മൾ പാർട്ട് 1 പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു 6 സെക്ഷനിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അതൊക്കെ കൂടി നമ്മൾ ഒരു ദിവസം പോയിട്ട് ഒരു 4 മണിക്കൂറിന്റെ എക്സാം ആണ് നമ്മൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഓക്കെ, പാർട്ട് 2ന്റെ ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ അതൊക്കെ ഒരു 6 സെക്ഷൻ വെച്ചിട്ടാണ് ഒരു പാർട്ടിന് ഉണ്ടാവുക. അപ്പൊ പാർട്ട് 2 A മുതൽ F വരെയുള്ള സെക്ഷൻസ് എല്ലാം നമ്മൾ പഠിക്കുന്നു. എന്നിട്ട് ഒരു ദിവസം പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കൺവീനിയൻസിനനുസരിച്ചിട്ടുള്ള ഒരു ദിവസം നമ്മൾ ചൂസ് ചെയ്യുന്നു. എന്നിട്ട് ആ എക്സാം നമ്മൾ പോയിട്ട് അറ്റൻഡ് ചെയ്യുന്നു, എഴുതുന്നു. ഓക്കെ, അപ്പം എക്സാം ഫോർമാറ്റ് എങ്ങനെ വരിക? ഒരു പാർട്ടിന്റെ എക്സാം എന്ന് പറയുന്നത് 4 മണിക്കൂറാണ്. ഓക്കെ, ആ 4 മണിക്കൂറിൽ ഒരു 100 എന്തുണ്ടാവും, MCQs ഉണ്ടാവും, പ്ലസ് 2 essay. അങ്ങനെയാണ് ഒരു എക്സാമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു എക്സാമിന് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 100 MCQ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു സെക്ഷൻ ഉണ്ടാവും, ഒരു ഫസ്റ്റത്തെ ഒരു സെക്ഷൻ ഉണ്ടാവും. ആ 100 MCQ ക്വസ്റ്റ്യൻസിൽ നമ്മളൊരു 50% ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും, നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. അതായത് essay വിൻഡോ ഓപ്പൺ ആവുക എന്നാ പറയാ, നമ്മൾ സിസ്റ്റത്തിലല്ലേ ചെയ്യുക. അപ്പം നമ്മള് 3 ഹവേഴ്സിന്റെ എക്സാം ചെയ്തു കഴിഞ്ഞാൽ, മൾട്ടിപ്പിൾ ചോയ്സ് ചെയ്തു കഴിഞ്ഞു 3 മണിക്കൂർ ആയി കഴിഞ്ഞാൽ നമ്മൾ അത് ഓട്ടോമാറ്റിക്കലി കൗണ്ട് ഡൗൺ ഉണ്ടാവും. നമ്മുടെ സ്ക്രീനിൽ നമ്മൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ടൈം കുറഞ്ഞു വരും. നമ്മൾ സ്റ്റാർട്ട് അടിച്ചത് മുതൽ, എക്സാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് അടിച്ചത് മുതൽ ടൈം ഇങ്ങനെ കുറഞ്ഞു വരും. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3 ഹവേഴ്സിന്റെ ഉള്ളിൽ ഓൾറെഡി ഒരു 2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ 100 ക്വസ്റ്റ്യൻസും വളരെ അടിപൊളിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് അടിക്കാം, ഫിനിഷ് അടിക്കാം. അപ്പൊ എന്ത് ചെയ്യും, 2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് അത്രയും അരമണിക്കൂർ എന്തിലേക്ക് കിട്ടും, essayയിലേക്ക് കിട്ടും. ഓക്കെ, എന്തെങ്കിലും നമ്മളിപ്പം സംസാരിക്കുമ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. സെഷന്റെ ഏറ്റവും അവസാനം നമുക്ക് എന്ത് ചെയ്യാം, ഡൗട്ട് ക്ലിയറൻസ് ഒരു ടൈമും കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഈ essay ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ്, 2 essay ആണ് ഒരു എക്സാമിന് വരിക. അതിൽ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അതുകൂടി ആൻസർ ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് അടിക്കുക. അപ്പൊ ഇതിന് മൊത്തത്തിൽ നമ്മൾക്ക് ഉള്ളത് 4 മണിക്കൂറാണ്. ആ 4 മണിക്കൂറിൽ തന്നെ MCQന് നമുക്ക് മാക്സിമം എടുക്കാൻ വേണ്ടി പറ്റുന്ന സമയം 3 മണിക്കൂറാണ്. essayക്ക് മാക്സിമം എടുക്കാൻ വേണ്ടി പറ്റുന്നത് 1 മണിക്കൂറാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ 2.5 മണിക്കൂർ കൊണ്ട് ഒരാൾ MCQ എഴുതി കഴിയുകയാണെങ്കിൽ ബാക്കിയുള്ള അരമണിക്കൂർ അയാൾക്ക് ഏതിലേക്ക് കിട്ടും, essayയിലേക്ക് കിട്ടും. അപ്പൊ essayക്ക് അയാൾക്ക് മൊത്തം 1.5 മണിക്കൂറിന് സമയം കിട്ടും. ഓക്കെ, അപ്പം ഇനി നമ്മൾ എങ്ങനെയായിരുന്നു essay ഓപ്പൺ ആയത്, 50% ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഓപ്പൺ ആയെങ്കിൽ, കറക്റ്റ് ആയെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക, നമ്മളുടെ essay ഓപ്പൺ ആവുക. 50% ഓഫ് ക്വസ്റ്റ്യൻ നമ്മുടെ കറക്റ്റ് ആയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ അപ്പൊ തന്നെ ഫെയിൽ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് പിന്നെ essay വിൻഡോ ഓപ്പൺ ആവൂല. നമുക്ക് അപ്പൊ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, അവിടുന്ന് ഇറങ്ങേണ്ടി വരും. ഓക്കെ, അപ്പൊ അതാണ് മറ്റൊരു കേസ്. അപ്പൊ നമ്മൾ essayയും കൂടി എഴുതി കഴിഞ്ഞാൽ ഏത് മാസമാണ് നമ്മൾ എഴുതിയ ഒരു എക്സാം മാസം ഉണ്ടാവുമല്ലോ, ഇപ്പൊ ജാനുവരിയിലാണ് എഴുതുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു 42 ദിവസം 43 ദിവസം ആകുമ്പോഴാണ് നമുക്ക് റിസൾട്ട് വരിക. essay കൂടി എഴുതി ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 42ാമത്തെ ദിവസമാണ് നമ്മൾ പാസ്സായോ ഇല്ലയോ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് വരാ, റിസൾട്ട് വരാം. ഓക്കെ, അപ്പൊ ഈ റിസൾട്ട് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം മാർക്ക് വരുന്നത് 500 മാർക്കിലാണ് നമുക്ക് എന്ത് വരിക, റിസൾട്ട് വരിക. 500 മാർക്ക് ഇസ് ലൈക്ക് 400 മാർക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, 100 MCQന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓക്കെ, അതിൽ 100 മാർക്കാണ് നമ്മുടെ 2 essayക്കും കൂടിയിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതിൽ മൊത്തത്തിൽ നമ്മൾ എത്ര മാർക്ക് കിട്ടണം, ഫൈനൽ റിസൾട്ട് നമ്മൾ essayയും കൂടി എഴുതി സബ്മിറ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. ഒരു 40-42 ദിവസം കഴിയുമ്പോൾ നമ്മുടെ റിസൾട്ട് വരുമ്പോൾ എല്ലാം കൂടി ടുഗദർ ഹോൾ ടോട്ടൽ നമുക്ക് എത്ര ഉണ്ടായിരിക്കണം, 360 മാർക്ക് ഉണ്ടായാൽ നമ്മൾക്ക് ആ പാർട്ട് ക്വാളിഫൈ ചെയ്യാം. ഓക്കെ, അപ്പം 360 ഔട്ട് ഓഫ് 500 അത്രയും മാർക്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾക്ക് ആ പാർട്ട് ക്വാളിഫൈ ചെയ്യാം. അതേപോലെ മറ്റേ പാർട്ടിൽ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായി, CMA ക്വാളിഫൈഡ് ആയി. ഓക്കെ, ഒരു ടെസ്റ്റിംഗ് വിൻഡോസ് എന്ന് കാണാം. അതായത് നമുക്ക് ഓൺ ഡിമാൻഡ് എക്സാം ആണെങ്കിൽ പോലും നമുക്ക് ത്രൂ ഔട്ട് ദ ഇയർ എല്ലാ ഡേയ്സിലും പോയിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റൂല. നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത് പ്രോമെട്രിക് സെന്റേഴ്സിലാണ് എക്സാം എഴുതാൻ പോവുക. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കാലിക്കറ്റ് ഉണ്ട്, TVM ഉണ്ട്, പിന്നെ തമിഴ്നാട്ടിൽ ചെന്നൈ ഉണ്ട്, പിന്നെ നെക്സ്റ്റ് വരുന്നത് ബാംഗ്ലൂർ ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ടെസ്റ്റിംഗ് സെന്റേഴ്സ് ആണ് നമ്മൾക്ക് ഉള്ളത്. ഓക്കെ, അപ്പം ഇപ്പം ദുബായ് ആണെങ്കിലും അവിടെയൊക്കെ എല്ലാ സ്ഥലത്തും ഓൾ ഓവർ ദ വേൾഡ് എല്ലാ സ്ഥലത്തും നമ്മൾക്ക് പ്രോമെട്രിക് സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ പ്രോമെട്രിക്
വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഡേറ്റ് ഒക്കെ ബുക്ക് ചെയ്യുക. ഒന്നാരുടെ ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പം നമ്മള് ഇപ്പം ഞാനിപ്പോ പഠിച്ചു കഴിയുന്നത്, ഇതിപ്പോ ഏത് മാസം? ജൂൺ അല്ലേ. നമ്മൾ ഈ ജൂൺ മാസത്തിലേക്ക് നമ്മൾ ഒരു പാർട്ട് പഠിച്ചു കഴിയാണ്. ഓൾമോസ്റ്റ് ഇങ്ങനെ ക്ലാസ്സസ് കഴിഞ്ഞു, കുറച്ചും കൂടി ഒന്ന് റിവിഷൻ ഒക്കെ നോക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും എക്സാം എഴുതാൻ പറ്റില്ല. നമ്മുടെ എക്സാം വിൻഡോ ഓപ്പൺ ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് എക്സാമിന് ഡേറ്റ് എടുക്കാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ ടു ഒക്ടോബർ. അതിൽ നിങ്ങൾക്ക് കാണാം ടെസ്റ്റിംഗ് വിൻഡോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ ടു ഒക്ടോബർ ആണ് നമുക്ക് ഒരു വിൻഡോ ഉള്ളത്. അപ്പൊ ഞാനിപ്പോ ഡേറ്റ് എടുക്കുമ്പോൾ സെപ്റ്റംബർ 1 മുതൽ ഒക്ടോബർ 31 വരെയുള്ള ഡേറ്റ്സ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് എനിക്ക് എന്ത് ചെയ്യാം, ബുക്ക് ചെയ്യാം, ഡേറ്റ് ബുക്ക് ചെയ്യാം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഏത് ടൈമാണോ, രാവിലെ വേണോ, ഉച്ചക്ക് വേണോ, വൈകുന്നേരം വേണോ, നമ്മുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട്, യാത്രാ സൗകര്യം അനുസരിച്ചിട്ട്. ചില ആൾക്ക് രാവിലെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നുണ്ടാവും അല്ലെ, അപ്പൊ ആ സമയത്ത് ചൂസ് ചെയ്യാം. ചില ആൾക്ക് വൈകുന്നേരം ആയിരിക്കും കുറച്ചുകൂടി ബ്രെയിൻ ആക്ടിവേറ്റ് ആയിട്ടിരിക്കുന്നത്, അപ്പൊ ആ സമയത്ത് ചൂസ് ചെയ്യാം. അപ്പൊ ആ രീതിയിൽ നമ്മൾക്ക് ഏത് ടൈം സ്ലോട്ട് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇനി സെപ്റ്റംബർ ഒക്ടോബറിലേക്ക് ഞാൻ പഠിച്ചു കഴിയുന്നില്ല, ഞാൻ ക്ലാസ്സിന് ഇപ്പോഴാണ് ജോയിൻ ചെയ്യുന്നത്, സെപ്റ്റംബറിൽ എന്റെ ക്ലാസ് കഴിയേ ചെയ്യുള്ളൂ, അപ്പൊ എനിക്ക് സെപ്റ്റംബറിൽ തന്നെ എക്സാം എഴുതണം പറ്റണം എന്നില്ല. അപ്പൊ സെപ്റ്റംബർ ഒക്ടോബർ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എപ്പോഴാണ് എക്സാം എഴുതാൻ പറ്റുക? നവംബർ ഡിസംബർ കഴിഞ്ഞിട്ട് നോക്കൂ, ജാൻ ഫെബ് എന്ന് കാണുന്നില്ലേ, ജാനുവരി 1 മുതൽ ഫെബ്രുവരി 28 വരെയുള്ള എല്ലാ വർഷവും നമുക്ക് എന്ത് ചെയ്യാം, അതാണ് നമ്മുടെ തൊട്ട് മുമ്പിൽ വരുന്ന വിൻഡോ എങ്കിൽ ഈ പറഞ്ഞ പോലെ ആ വിൻഡോയിലും ഡേറ്റ് എടുക്കാം. അതിലും നമ്മൾക്ക് പറ്റുന്നില്ല ഇൻ ദ സെൻസ് ആ സമയത്താണ് നമ്മൾ പഠിച്ചു കഴിയുന്നതെങ്കിൽ നമ്മൾക്ക് തൊട്ട് മുമ്പിൽ വരുന്ന വിൻഡോ ഏതാണോ അതല്ല, ആ വിൻഡോ കഴിഞ്ഞിട്ടുള്ള വിൻഡോ ആണ് വേണ്ടത്, നമ്മുടെ അനുസരിച്ച് എന്ത് ചെയ്യാം, നമ്മൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഏത് വിൻഡോ ആണ് നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത് ആ വിൻഡോയിൽ നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് എക്സാം എഴുതാം. ഓക്കെ, ഇനിയാണ് ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്ന ടിപ്പിക്കൽ കംപ്ലീഷൻ, ആ ഒരു ഡ്യൂറേഷൻ എത്ര എന്നുള്ളത്. ഒരു വർഷം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു വർഷം മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ എന്നുള്ളതാണ്. കൃത്യമായ ഡയറക്ഷനോട് കൂടിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് വെച്ചിട്ട്, അതായത് കറക്റ്റ് ഒരു മെത്തഡോളജി കീപ്പ് ചെയ്തിട്ട് വളരെ എന്താ പറയാ സ്ട്രിക്റ്റ് ഇൻ ദ സെൻസ് നമ്മൾക്ക് ഒരു കറക്റ്റ് ഒരു ഡയറക്ഷനലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 6 months നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ 6 months എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മാക്സിമം 8 months കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, CMAUS ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഹോൺലി ഓൺ നമ്മൾ എത്രത്തോളം അതിന് റെഡിയാണ്, അങ്ങനെ ആ രീതിയിൽ പഠിക്കാൻ റെഡിയാണ്, എത്രത്തോളം ഇന്റൻസീവായിട്ട് നമ്മൾ അത് പഠിക്കാൻ റെഡിയാണ് എന്നുള്ളതിനനുസരിച്ചിട്ടിരിക്കും. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ 2 പാർട്സ് വരുന്നത്. 2 പാർട്ട് എന്ന് പറയുമ്പോൾ പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. നമ്മൾക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതുമ്പോൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും ആദ്യം പഠിക്കാം. ഓക്കെ, അതായത് ഒന്നുകിൽ പാർട്ട് 1 നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സസ് തുടങ്ങാം, അല്ലെങ്കിൽ പാർട്ട് 2 ക്ലാസ്സസ് തുടങ്ങാം. നോക്കൂ, ഇപ്പൊ പാർട്ട് 2 പാർട്ട് 1 നിങ്ങൾക്ക് ABCDEF എന്ന് കാണാം അല്ലെ, അത് ഓരോ സെക്ഷൻസ് ആണ്. അധികം ഇന്റർ കണക്ഷൻസ് ഇല്ലാത്ത എന്നാൽ ചെറിയ കണക്ഷൻസ് ഉള്ള രീതിയിലുള്ള സെക്ഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ കവർ ചെയ്യുക. ഓക്കെ, അപ്പൊ ആ സെക്ഷൻസിന്റെ കൂടെ നിങ്ങൾക്ക് പെർസെന്റേജ് കാണാം, 15%, 20% എന്നൊക്കെ. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വി വിൽ ബി ഹാവിങ് 100 questions ഇൻ ദ എക്സാമിനേഷൻ അല്ലെ. അപ്പൊ ഈ 100 ക്വസ്റ്റ്യൻസിൽ ഓരോ സെക്ഷനിൽ നിന്നും വരാൻ സാധ്യതയുള്ള പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ പറയുന്ന 15% എന്ന് പറയുന്നത്. അതായത് 100 ക്വസ്റ്റ്യൻ ഉള്ളതിൽ 15 ക്വസ്റ്റ്യൻസ് മേ ബി ഫ്രം സെക്ഷൻ എ ആയിരിക്കാം. അതായത് അതിനർത്ഥം എക്സാക്ട് 15 ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കുള്ളൂ എന്നുള്ളതല്ല. ഏകദേശം ഹോൾ ടുഗദർ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത്, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരു 15% 15% ആണ്, 15% ആണ്. എത്രത്തോളമാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതിന്റെ മൊത്തത്തിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിൽ നമ്മുടെ എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫൈനാൻഷ്യൽ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, അത് എക്സ്റ്റേണൽ പേർപ്പസിന് വേണ്ടിയിട്ട് ഏത് രീതിയിലൊക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതിൽ. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിനകത്തുള്ള വരുന്ന മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അറൌണ്ട് ഒരു 15%-ലാണ്. ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് അല്ലെ, നമുക്കറിയാം എന്തൊക്കെയായിരിക്കാം ബഡ്ജറ്റ് ചെയ്യുന്നത്. ഒരു പ്രൊഡക്ഷൻ എത്ര യൂണിറ്റ്സ് നമ്മൾ സെയിൽ ചെയ്യണം, അത്ര ഒരു 1000 യൂണിറ്റ്സ് നമ്മൾ സെയിൽ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എത്ര യൂണിറ്റ്സ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ അത്രയും യൂണിറ്റ്സ് ഒരു യൂണിറ്റ്സ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അതിന്റെ റോ മെറ്റീരിയൽസ് അല്ലെ,
അതൊക്കെ വാങ്ങണ്ടേ? അപ്പൊ ഇത് എത്ര വാങ്ങണം? ഇതൊക്കെ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ദിവസം രാവിലെ വന്നിട്ട് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് പറയാണ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് പറയാണ് നമ്മൾക്ക് ഒരു ഇത്ര മില്യൺ അല്ലെങ്കിൽ ഇത്ര ടൺ ഐറ്റംസ് വേണം, അതൊന്ന് ഓർഡർ ചെയ്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അവർക്ക് തോന്നിയ പോലെ ഓർഡർ ചെയ്യുക. അങ്ങനെയല്ല, അതിനൊക്കെ എന്തുണ്ട്, ഒരു മെത്തേഡ് ഉണ്ട്, ഒരു പ്രോസസ് ഉണ്ട്. അപ്പൊ ആ പ്രോസസ്സിൽ കൂടി കടന്നു പോകണമെങ്കിൽ നമുക്ക് എല്ലാത്തിനും എന്ത് വേണം? ബഡ്ജറ്റ് വേണം അല്ലെ? അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ സെക്ഷൻ ബിയിൽ പഠിക്കും. ബഡ്ജറ്റും ആക്ച്വലും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, അതിൽ മാനേജ്മെന്റ് എത്രത്തോളം ശ്രദ്ധ ചെലുത്തണം, എന്തൊക്കെയാണ് വേരിയേഷൻസ്, അതൊക്കെയാണ് സെക്ഷൻ സിയിൽ പഠിക്കുക, പാർട്ട് 1-ന്റെ. കോസ്റ്റ് മാനേജ്മെന്റ് എന്തായിരിക്കും? ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിന് മാക്സിമം വരാൻ സാധ്യതയുള്ള കോസ്റ്റ് എത്രയൊക്കെ കോസ്റ്റ് ആണ് അതിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്, അതൊക്കെയാണ് കോസ്റ്റ് മാനേജ്മെന്റിൽ പഠിക്കുന്നത്. ഇന്റേണൽ കൺട്രോൾസിൽ എന്തായിരിക്കും നമ്മൾ പഠിക്കുക? ഒരു ഓർഗനൈസേഷൻ നടന്നു പോകുമ്പോൾ അല്ലെ, ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇന്റേണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്. സിസ്റ്റം കൺട്രോൾ, ഏത് രീതിയിൽ നമ്മൾ പ്രൊട്ടക്ഷൻ നടത്തണം, ഡാറ്റാസ്, ഡ്യൂട്ടീസ് ഉണ്ടാവും അല്ലെ, ഡ്യൂട്ടീസ് എഗ്രിഗേഷൻ ചെയ്യണം അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയിൽ ക്യാഷ് വാങ്ങുന്നതും ഒരാള്, അത് റെക്കോർഡ് ചെയ്യുന്നതും ഒരാള്, അതിന്റെ കസ്റ്റഡിയും ഒരാൾ തന്നെയാണെന്ന് വിചാരിക്കുക. അവിടെ എന്ത് ഫ്രോഡ് സംഭവിക്കാൻ ചാൻസ് ഇല്ലേ? ഇപ്പം ഒരു ക്യാഷ് വന്നു, ഓക്കെ, ഇപ്പൊ ഞാനാണ് ക്യാഷ് സ്വീകരിക്കുന്നത്, എനിക്ക് ക്യാഷിന് എന്തെങ്കിലും എർജൻസി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഞാനാണ് റെക്കോർഡ് ചെയ്യുന്നത്, എനിക്ക് എന്ത് ചെയ്യാം? അത് റെക്കോർഡ് ചെയ്യാതെ വെക്കാം അല്ലെ. കസ്റ്റഡിയും ഞാൻ തന്നെയാ ചെയ്യുന്നെങ്കിൽ അല്ലെ, അപ്പൊ തീരെ ഒരു പ്രശ്നവും വരുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്റേണൽ കൺട്രോൾ. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാം? അത് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട്, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തത് ടെക്നോളജി ആൻഡ് അനലിറ്റിക്സ്. നമ്മൾക്ക് ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ മാനേജ്മെന്റ്, റെക്കോർഡ് കീപ്പിംഗ്, ഈ കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ എഫിൽ പഠിക്കുന്നത്. ഇനി നമ്മളെ പാർട്ട് 2-ൽ വരികയാണെങ്കിലോ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് തന്നെ നമ്മുടെ ഇന്റേണൽ പെർപ്പസിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം, ഏതൊക്കെ രീതിയിലാണ് അനാലിസിസ് ചെയ്യുക. കോർപ്പറേറ്റ് ഫിനാൻസ്, ഒരു വലിയൊരു കമ്പനി, ഒരു നോർമൽ ഒരു കോർപ്പറേറ്റ് MNC-കൾ എങ്ങനെയാണ് അവരുടെ ഫിനാൻസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഡിസിഷൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഏതൊക്കെ പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കണം, ഏതൊക്കെ പ്രൊഡക്റ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം, ഏതൊക്കെ സാധനം നമ്മൾ കണ്ടിന്യൂ ചെയ്യണം, ഏതൊക്കെ ഓപ്പറേഷൻസ് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യണം, അതൊക്കെയാണ് ഡിസിഷൻ അനാലിസിസ്. നമ്മൾ ഓരോ ഡിസിഷൻസ് എടുക്കുന്നത് എങ്ങനെയാണ്, എന്ത് ബേസ് ചെയ്തിട്ട് ചെയ്യും. റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ പല ടൈപ്സ് ഓഫ് റിസ്ക് ഉണ്ടാവും, അതിനൊക്കെ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം, അതൊക്കെയാണ് റിസ്ക് മാനേജ്മെന്റിൽ വരിക. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് അല്ലെ, പേരിൽ തന്നെ ഉണ്ട്, നമ്മൾ ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ അനുസരിച്ചിട്ട് ആ പ്രോജക്റ്റ് നമ്മൾ സ്വീകരിക്കണോ, അക്സെപ്റ്റ് ചെയ്യണോ, റിജക്ട് ചെയ്യണോ. പ്രൊഫഷണൽ എത്തിക്സ്, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ അവിടെ വരുന്ന എത്തിക്സും കാര്യങ്ങളും, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെയാണ് ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ നമ്മൾക്ക് ഈ മേഖലയിലൊക്കെ എന്തുണ്ടാവും? നോളജ് ഉണ്ടാവും. നോളജ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ വെറുതെ എന്തല്ല, ജസ്റ്റ് ഒരു ബേസിക് നോളജ് അല്ല ഉള്ളത്. IMA പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ റിക്വയർ ചെയ്യുന്ന, നമുക്കിത് പാസ്സാകാൻ വേണ്ടി റിക്വയർ ചെയ്യുന്ന നോളജ് ലെവൽ എന്ന് പറയുന്നത് C ലെവലാണ്. കേട്ടിട്ടുണ്ടോ? 3 ലെവൽസ് ആണ് നമ്മൾക്കുള്ളത്. A ലെവൽ ഉണ്ട്, B ലെവൽ ഉണ്ട്, C ലെവൽ ഉണ്ട്. A ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് ടു നോ, ദിസ് ഇസ് ലൈക്ക് ദിസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. B ലെവലിലാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട്. C ലെവൽ എന്ന് പറയുമ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലുള്ള സ്റ്റഡിയാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ C ലെവലിലാണ് നമ്മൾ ഇതൊക്കെ പൊതുവെ ഒരു സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ, ഓക്കെ, ഒരു പുതിയൊരു കരിയർ നോക്കുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അവര് ഏതെങ്കിലും ഒരു പോയിന്റിൽ ചിന്തിച്ചിട്ടുണ്ടാവും. ACCA ആൻഡ് CMA US എടുത്തു നോക്കുകയാണെങ്കിൽ ACCയിൽ 13 പേപ്പേഴ്സ് ഉണ്ട്, ഓക്കെ, CMA USൽ ഓൺലി 2 പേപ്പേഴ്സ് ആർ ദർ. നമ്മൾ എങ്ങനെയാണ് അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുക ഒരു ജോബ് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ, നമുക്ക് എന്തെങ്കിലും വാല്യൂ ഉണ്ടാവോ എന്നുള്ളത്. അപ്പൊ അതിനുള്ള ആൻസർ ആണ് നമുക്ക് ഈ ഒരു സെക്ഷന്റെ ഒരു ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ACCയിലുള്ള ടാക്സും ടാക്സേഷൻ ആൻഡ് ലോ, ഈ ഒരു കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തിൽ പഠിക്കുന്നുണ്ട്? CMA USൽ കവർ ചെയ്യുന്നുണ്ട്. ഒരു C ലെവൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, who is eligible for CMA USA? ലിറ്ററലി +2 കഴിഞ്ഞിട്ടുള്ള ആർക്കും എന്ത് ചെയ്യാം? CMA USAയിലേക്ക് ജോയിൻ ചെയ്യാം. CMA USA നമ്മളിപ്പം 2 പേപ്പർ, ഇപ്പം ഗ്രാജുവേഷൻ ഒന്നും ഇല്ലാത്ത ഒരാളെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അവരെന്ത് ചെയ്യണു? ഫസ്റ്റ് തന്നെ CMA USAക്ക് ജോയിൻ ചെയ്യുന്നു, എന്നിട്ട് അതിന്റെ എക്സാം 2 പേപ്പറും എക്സാം ക്ലിയർ ചെയ്യുന്നു. ഓക്കെ, ആ 2 എക്സാമും ക്ലിയർ ചെയ്തതിന് ശേഷം
നമുക്കൊരു 7 വർഷത്തെ ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ 7 വർഷം കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിഗ്രി ഇൻ ദ സെൻസ് ഗ്രാജുവേഷനും 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും നമ്മൾ എന്ത് ചെയ്താൽ മതി? കംപ്ലീറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായി? അത് രണ്ടും കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തായിട്ട് മാറുക? സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്നുള്ള ടൈറ്റിൽ നമ്മൾക്ക് കിട്ടുക. ഓക്കെ, അപ്പം ഈ ഒരു 7 ഇയേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു നമ്മൾ അപ്പൊ 3 ക്രൈറ്റീരിയ ആണുള്ളത് അല്ലെ നമ്മൾക്ക്. ഏതൊക്കെയാണ്? ഒന്ന്, എഡ്യൂക്കേഷൻ ലെവൽ എന്ന് വെച്ചാൽ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. 2, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 3, എന്താ? നമ്മൾക്ക് ഈ 2 പേപ്പറും ക്വാളിഫൈ ചെയ്തിരിക്കണം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾക്ക് ഒരു ടൈറ്റിലായിട്ട് CMA കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടുന്ന റിക്വയർമെന്റ്. അപ്പൊ അതില് നമ്മൾ പറഞ്ഞു അല്ലെ, 6 to 12 months കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? 2 പേപ്പേഴ്സും ക്വാളിഫൈ ചെയ്യാം. 2 പേപ്പേഴ്സ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്രഷർ എന്ന നിലയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ജോബ്സിന് പോയി തുടങ്ങാം. ഓക്കെ, ജോബ് ഇന്റർവ്യൂസ് ഉണ്ടാവും. അപ്പൊ നമ്മൾക്ക് പോയിട്ട് തുടങ്ങാം. ഫ്രഷേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ജോബ് ഓപ്പണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാം? ജോബിന് പോകാം. ജോബിന് പോയിട്ട് നമുക്കൊരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു CMA USA ക്വാളിഫൈ ചെയ്യാൻ എടുക്കുന്ന 1 വർഷവും 2 വർഷത്തെ ജോബ് എക്സ്പീരിയൻസും, ഈ ഒരു 3 വർഷം കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു ഗ്രാജുവേഷൻ, ഒരു ഡിസ്റ്റൻസ് ആയിട്ടോ ഒരു ഗ്രാജുവേഷൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ നേടിയെടുത്താൽ മതി. അപ്പം വിത്തിൻ 3 ഇയേഴ്സ് ആകുമ്പോഴേക്കും നമ്മൾക്ക് ടൈറ്റിൽ കിട്ടും, CMA USA എന്നുള്ള ടൈറ്റിൽ. അതേസമയം ജോബ് ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് എന്തുണ്ടാവും? ഓൾറെഡി 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്, ഗ്രാജുവേഷനും ഉണ്ടാകും അല്ലെ. അപ്പം അവർക്ക് എന്ത് ചെയ്താൽ മതി? എക്സാം ക്വാളിഫൈ 2 പാർട്ടും ക്വാളിഫൈ മാത്രം ചെയ്താൽ മതി. അവർക്ക് ഈ ഒരു എക്സ്പീരിയൻസ് എന്ത് ചെയ്യാം? സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്തിലേക്ക് കിടക്കാം? ആ ഒരു ടൈറ്റിലേക്ക് കിടക്കാം. അപ്പൊ അത് CMA USA മാത്രമല്ല, ഈവൻ CA ആയിക്കോട്ടെ, CMA India ആയിക്കോട്ടെ, ACC ആയിക്കോട്ടെ, എല്ലാത്തിലും നമ്മൾക്ക് ആ ഒരു ടൈറ്റിൽ വരിക എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തായാലും 2 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ്, വർക്ക് എക്സ്പീരിയൻസ് നമ്മൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ CMA USA നമ്മൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഓക്കെ, അപ്പം ആർക്കൊക്കെ ഐഡിയൽ എന്നുള്ളതാണ്. അതിൽ നമ്മൾക്ക് ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കൊമേഴ്സ്, ഫിനാൻസ്, അക്കൗണ്ടിങ് സ്റ്റുഡൻസ് ഉണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്, ഏതെങ്കിലും സ്റ്റുഡൻസ് ആൻഡ് പ്രൊഫഷണൽസ് ഉണ്ട്, ഓൾറെഡി ഉള്ള ഒരു അക്കൗണ്ടിങ് ഫീൽഡിലുള്ള അക്കൗണ്ടിങ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഫീൽഡിലുള്ള ഒരാൾക്ക് അവരുടെ കരിയർ വേറൊരു ഫീൽഡിലേക്ക്, പുതിയൊരു അക്കൗണ്ടിങ് റിലേറ്റഡ് ഫീൽഡിലേക്ക് വരാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് ഇവർക്കൊക്കെ ഐഡിയൽ ആണ്. ബട്ട് CMA USA ക്യാൻ ബി ഓപ്റ്റഡ് ബൈ എനിവൺ. ആർക്കും ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് വിചാരിച്ചിട്ട് വളരെ ഈസി ആയിട്ടുള്ള സാധനം എന്നല്ല. If someone is coming with that strong determination that I want to be a management accountant and I will literally put that effort to understand എന്താണ് ഈ പഠിക്കാനുള്ളത്, അതൊക്കെ ഞാൻ പഠിക്കാനുള്ള എഫേർട്ട് ഞാൻ 100% കറക്റ്റ് ആയിട്ട് ഞാൻ ഇടും എന്ന് ഉറപ്പുള്ള ഒരു മനുഷ്യന്, ഒരാൾക്ക്, അത് അവർ ഏത് ഫീൽഡിൽ നിന്നായിക്കോട്ടെ, എന്ത് ചെയ്യാം? വളരെ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? വളരെ ഈസി ആയിട്ട് CMA USA ക്ലിയർ ചെയ്യാം. CMA USന്റെ പാസ് പെർസെന്റേജ് എന്ന് പറയുന്നത് അറൌണ്ട് 45 to 50% ആണ് പാസ് പെർസെന്റേജ് എന്ന് പറയുന്നത്. സോ അതിൽ 100 ആൾ എഴുതുന്നുണ്ടെങ്കിൽ 45 or 50 ആള് പാസ്സാവുന്നു എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി നല്ലൊരു പാസ് പെർസെന്റേജ് ആണ് അല്ലെ. അധികം ടഫ് അല്ല എന്നുള്ളതാണ്. ബട്ട് എന്താണ്? ചാലഞ്ചിങ് ആണ്. അതുകൊണ്ടാണ് അതൊരു പ്രൊഫഷണൽ കോഴ്സ് ആവുന്നത്. അങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ വരുന്നത് കൊണ്ട് തന്നെ എന്തായിരിക്കൂല? വളരെ ഈസി ആയിരിക്കൂല. ഓക്കെ, സോ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾക്ക് CMA USA ഉള്ളത് എന്നുള്ളതാണ്. CMA USA പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണെന്ന് പറഞ്ഞു അല്ലെ. ആരാണ്? IMA ആണ്. ഓക്കെ, അപ്പം IMA നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു മെമ്പർഷിപ്പ് എടുക്കണം. ഓക്കെ, മെമ്പർഷിപ്പ് എടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു IMA തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റു പല കോഴ്സസും ഉണ്ട്. നമ്മൾ IMA മെമ്പർഷിപ്പ് മാത്രം എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? CMA ഡയറക്റ്റ് പോയിട്ട് എക്സാം എഴുതാൻ പറ്റില്ല. നമ്മൾ അതിൽ പോയിട്ട് CMAയിലേക്ക് എൻറോൾ ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സ്കൂളിലോ കോളേജിലോ പഠിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കോളേജിലേക്ക് എന്ത് ചെയ്യണം? അഡ്മിഷൻ എടുക്കണം അല്ലെ. ആ കോളേജിലേക്ക് ഒരു അഡ്മിഷൻ ഫീ കൊടുത്തിട്ട് അഡ്മിഷൻ എടുക്കണം. എന്നിട്ട് നമ്മൾ ഏത് കോഴ്സിലേക്കാണോ പോകുന്നത് ആ കോഴ്സിന്റെ ട്യൂഷൻ ഫീ കൊടുക്കുക അല്ലെ. അതുപോലെ നമ്മൾ ആദ്യം IMAയിലേക്ക് ഒരു മെമ്പർ ആവുന്നു, എന്നിട്ട് അതിൽ നിന്ന് IMA പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നു, ആ കോഴ്സിലേക്ക് നമ്മൾ എൻറോൾ ചെയ്യുന്നു. അതാണ് എൻറോൾ ഇൻ CMA പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുന്നിലുള്ളത് ഈ 2 എക്സാമും ക്വാളിഫൈ ചെയ്യാന്നുള്ളതാണ്. അത് ഏത് രീതിയിൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാം? ഞാൻ പറഞ്ഞ പോലെ പാർട്ട് 1 ആദ്യം വേണമെങ്കിൽ ചെയ്യാം, പാർട്ട് 2 ആദ്യം വേണമെങ്കിൽ ചെയ്യാം. അത് 2 എക്സാമും ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് സർട്ടിഫിക്കേഷനിലേക്ക് വേണ്ടുന്ന 2 കാര്യങ്ങൾ ഏതൊക്കെയാ?
ഒന്ന് എഡ്യൂക്കേഷൻ ഫുൾഫിൽ ചെയ്യുക, എന്തായിരുന്നു ഗ്രാജുവേഷൻ. എക്സ്പീരിയൻസ് ഫുൾഫിൽ ചെയ്യുക, എന്തായിരുന്നു എക്സ്പീരിയൻസ് വേണ്ടത് 2 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ റെലവൻറ്റ് ഫീൽഡ്. ഓക്കെ, അപ്പൊ അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് സർട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ ആ സർട്ടിഫിക്കേഷൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ IMA തന്നെ എന്തുണ്ട്, പിന്നെ ആഡ് ഓൺ കോഴ്സസ് ഉണ്ട്. ഒരു വർഷം മിനിമം 2 hours എങ്കിലും കോഴ്സസ് നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളത്. ഒരു സ്റ്റുഡന്റ് മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എന്തുണ്ട്, ഫ്രീ ആയിട്ടുള്ള ഡാറ്റ അനലിറ്റിക്സ് പോലുള്ള ഫ്രീ ആയിട്ടുള്ള കോഴ്സസ് IMA വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. പ്രൊഫഷണൽസ് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെറിയൊരു ചാർജും വരും. ഓക്കെ, ഒരു $50 എന്നൊക്കെ ഉള്ള രീതിയിൽ ചെറിയ ചാർജസും വരും. പക്ഷെ ആ ഒരു ചെറിയ ചാർജ് എന്ന് പറയാൻ കാരണം നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ദ വാല്യൂ വി വിൽ ബി ഗെറ്റിംഗ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മളൊരു കമ്പനിയിൽ നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്യാണ്, അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്തു. ഓക്കെ, കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ CV-യിലേക്ക് നമ്മുടെ ഒരു പ്രൊഫൈലിലേക്ക് ഒരു വരുന്ന ഒരു ആഡ് ഓൺ ആണ്. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് അസ് ടു നമ്മളെ സെൽഫായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈ, അതിന്റെ ഒരു മെയിൻ മേജർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ 100+, 150+ കൺട്രീസിൽ നമ്മൾക്ക് എന്തുണ്ട്, റെക്കഗ്നിഷൻ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും വലിയ കൺവീനിയൻസ് ആയിട്ട് പറയുന്നത് 2 എക്സാംസ് മാത്രമേ ഉള്ളൂ. ആ 2 എക്സാംസ് നമ്മൾ ക്വാളിഫൈ ചെയ്യുമ്പോഴേക്കും അവരെന്ത് ചെയ്യും, നമ്മുടെ ഓൾമോസ്റ്റ് 12 വിവിധ മേഖലകളിലുള്ള നമ്മുടെ അഭിരുചികൾ എന്ത് ചെയ്യും, അവര് വാല്യുവേഷൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ എന്താകുന്നത്, CMA ക്വാളിഫൈഡ് ആവുന്നത്. പക്ഷെ സ്റ്റിൽ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്താണ്, 2 എക്സാംസ് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ഒരു എക്സാം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹാഫ് ക്വാളിഫൈഡ് ആയി, പിന്നെ നമുക്ക് ഒരൊറ്റ എക്സാമും കൂടി എഴുതണ്ടുള്ളൂ. പിന്നെ കംപ്ലീഷൻ ടൈം മറ്റുള്ള കോഴ്സസ് പോലെ 2, 3, 4, 5 വർഷം ഒന്നും എടുക്കണ്ടില്ല. ജസ്റ്റ് മാക്സിമം പോയി കഴിഞ്ഞാൽ 1 year കൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾക്ക് ഫിനിഷ് ചെയ്യാം അല്ലെ. കരിയർ ആക്സിലറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അതിൽ നമ്മൾ ഒരു ബേസ് ആയിട്ട് ഒരു ഫസ്റ്റ് ലെവൽ എന്നുള്ള രീതിയിൽ ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് എന്ത് ചെയ്യാം, അസിസ്റ്റന്റ് അക്കൗണ്ടന്റ്, ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു അസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ജോബിൽ കയറി കഴിഞ്ഞാൽ ഒരു 3+ years ഓഫ് എക്സ്പീരിയൻസ്, മാക്സിമം ഒരു 5+ years ഓഫ് എക്സ്പീരിയൻസ് അവർക്ക് ആയിക്കഴിഞ്ഞാൽ, നോർമലി നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള അക്കൗണ്ടന്റിന് ആരാകാം, സീനിയർ അക്കൗണ്ടന്റ് ആകാം അല്ലെ. പക്ഷെ ഇവിടെ ഒരു 5+ years എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, കമ്പനിയുടെ തന്നെ MNC-യുടെ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലായിട്ടുള്ള ചീഫ് ഫിനാൻസ് ഓഫീസർ എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യാം, സ്ട്രാറ്റജിക് റിലേറ്റഡ് ആയിട്ടുള്ള റോളുകളിലേക്ക് അവർക്ക് മുമ്പോട്ടേക്ക് പോവാം. ഓക്കെ, അപ്പൊ അതാണ് ഏറ്റവും വലിയ കുറച്ച് കാര്യങ്ങളിൽ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കാച്ചിങ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. അക്കൗണ്ടൻസിന് മാത്രമല്ല, എല്ലാ ബാക്ക്ഗ്രൗണ്ട്, ഈവൻ ഐ ആം ഫ്രം സയൻസ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, നമ്മൾക്ക് തന്നെ സ്റ്റുഡൻസ് ഉണ്ട്, ഒരുപാട് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. നന്നായിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്ത് പോകുന്ന സ്റ്റുഡൻസ് ഉണ്ട്. എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രൊഫഷണൽ കോഴ്സസിനെ പോലെ ഡിഫിക്കൽട്ടി ഉണ്ട്, ചാലഞ്ചിങ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞു അല്ലെ, സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മള് ഡിഗ്രിക്ക് അല്ലെങ്കിൽ +2 പഠിക്കുമ്പോൾ നമ്മുടെ അനിയത്തിയുടെയോ അനിയന്റെയോ വീട്ടിലുള്ള ആരുടെങ്കിലും ചെറിയ മക്കളുടെ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ടെക്സ്റ്റ് ബുക്കോ കാര്യങ്ങളോ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ എത്ര ഈസിയാണ് ഇത്, നമ്മൾ പക്ഷെ പഠിക്കുമ്പോൾ ഭയങ്കര ടഫായിരുന്നു എന്ന് ചിന്തിക്കില്ലേ. അതേ നമ്മളൊരു ഡിഗ്രി ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഒരു +2 കുട്ടിയുടെ ബുക്ക് നോക്കിയിട്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ, ഇത് വളരെ ഈസി ആയിരുന്നു അല്ലേ, ഇതിനായിരുന്നു ഞാൻ അത്ര ടെൻഷൻ അടിച്ചത്. അതേ സാധനം നമ്മൾ ഡിഗ്രിക്ക് ടെൻഷൻ അടിച്ചത് നമ്മൾ ഇതുപോലത്തെ ഒരു കോഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് തോന്നുന്നത് ഡിഗ്രി ഭയങ്കര ഈസി ആയിരുന്നു എന്ന് തോന്നും. അപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന സാധനത്തിന് എന്തായാലും ഒരു ഡിഫിക്കൽട്ടി ലെവൽ ഉണ്ട്, എന്തായാലും ഉണ്ടാവും. അപ്പൊ അതിനെ എങ്ങനെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യുക എന്നുള്ളതിനാണ് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, ഗ്ലോബൽ വാല്യൂന്റെ കാര്യത്തിൽ നമുക്ക് ഒരു ഡൗട്ടേ വരുന്നില്ല, ടു എക്സ്പെൻസീവ് എന്നുള്ളത്. നമ്മൾക്ക് 2 ടൈപ്സ് ഓഫ് മെമ്പർഷിപ്പ് ഉണ്ട്, സ്റ്റുഡന്റ് മെമ്പർഷിപ്പ് ഉണ്ട്, പ്രൊഫഷണൽ മെമ്പർഷിപ്പ് ഉണ്ട്. സ്റ്റുഡന്റ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾക്ക് ഫീസ് ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ് വരുന്നത് ഒരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ വരുമ്പോൾ. പക്ഷെ സ്റ്റിൽ നമ്മൾ ഒരു എക്സാമിന് നമ്മൾക്ക് ഏകദേശം എക്സാം എഴുതാൻ വേണ്ടി വരിക ഒരു 20,000 to 25,000 ആണ് സ്റ്റുഡന്റ് മെമ്പർഷിപ്പ് ആണെങ്കിൽ. അപ്പം വി മേ ബി തിങ്കിങ് ദാറ്റ് അത് ഭയങ്കര എക്സ്പെൻസീവ് ആണോ എന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റില് നോക്കൂ, നമ്മളൊരു ഇത്രയും വലിയൊരു കാര്യം ചെയ്യുമ്പോൾ വി ഷുഡ് കൺസിഡർ ഇറ്റ് ആസ് എൻ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. ഇതിന് കുറച്ച് മുമ്പായിട്ട്, അതായത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ
ഒരു ടൈം പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്നത് എന്താണ്? റിട്ടേൺ ആണ് അല്ലെ? അപ്പൊ നമ്മുടെ ആ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂബിൾ ആണോ എന്ന് എങ്ങനെയാ നമ്മൾ നോക്കുക? നമ്മൾ ചെയ്ത ഇൻവെസ്റ്റ്മെന്റിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന റിട്ടേൺ എത്ര പെർസെന്റേജ് ഉണ്ട്, നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ കിട്ടുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒരു പ്രൊജക്റ്റിന്, ഒരു ഇൻവെസ്റ്റ്മെന്റിന് അനാലിസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിനകത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ വലിയൊരു പെർസെന്റേജ് ആണ് നമ്മൾക്ക് എന്തിലേക്ക് കിട്ടുക? വലിയൊരു ബെനിഫിറ്റ്സ്, ആഡ് ഓൺ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലെ? വിത്തിൻ 5 years നമ്മൾക്ക് CFO എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് നമ്മുടെ ഒരു ആക്സിലറേറ്റഡ് മോഡില് നമ്മൾക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ ഈ നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറും. ഓക്കെ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഈ ചെയ്തിരിക്കുന്ന നിലവിൽ ഒരു പക്ഷേ കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആയിട്ട് നമുക്ക് തോന്നാം. മറ്റുള്ള എക്സാംസിന് മറ്റുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആയിട്ട് തോന്നാം. ബട്ട് സ്റ്റിൽ വി ഹാവ് മെനി അഡ്വാൻറ്റേജസ് അല്ലെ? ചെറിയ ഷോർട്ട് പീരീഡേ ഉള്ളൂ, 2 എക്സാംസേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ബെനിഫിറ്റ് കിട്ടുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പം അത്രയും വാല്യൂ ഉള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ ഈ ഒരു വർഷം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് വിത്തിൻ 2 or 3 months നമ്മുടെ സാലറിയിൽ കൂടി നമുക്ക് എന്ത് വരും? റിട്ടേൺ വരും. അപ്പം ഒരു 3 മാസത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, നൗ ഇറ്റ്സ് ടൈം ഫോർ യു. നമ്മൾ ഇത്രയും പറഞ്ഞതിൽ വിട്ടുപോയതായിട്ടുള്ളതോ കൺഫ്യൂസിങ് ആയിട്ടുള്ളതോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇപ്പൊ ചോദിക്കാം. എനിവൺ? എന്ത് ഡൗട്ട്സും ചോദിക്കാം നമുക്ക്. എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ചോദിച്ചോളൂ. യൂട്ടിലൈസ് ദിസ് ആസ് എൻ ഓപ്പർച്യൂണിറ്റി കേട്ടോ. നമ്മുടെ ഇത്രയും 1 മണിക്കൂർ എന്നുള്ള സമയം നമ്മൾ ഇതിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇതും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഈ സമയം നമ്മൾക്ക് ഒരുപക്ഷെ വേറെ എന്തെങ്കിലും ജോബിൽ പോയി കഴിഞ്ഞാൽ 1 മണിക്കൂറിന് ഇത്ര എന്നുള്ള രീതിയിൽ നമുക്കൊരു എമൗണ്ട് കിട്ടുമായിരുന്നു. അപ്പൊ അതിനെ മാറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ, ഒരു സ്റ്റുഡൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ ഈ ഒരു സമയം പഠിച്ചാൽ എനിക്ക് അത്രയും ടോപ്പിക്സ് കവർ ചെയ്യാമായിരുന്നു. അപ്പൊ ആ ഒരു കാര്യം, ഒരു അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാറ്റി വെച്ചിട്ടാണ് നമ്മൾ 1 മണിക്കൂർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തത്. അപ്പൊ ആ സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈം ആയിക്കോട്ടെ, എഫേർട്ട് ആയിക്കോട്ടെ, എന്തിനും നമ്മൾക്ക് മാക്സിമം റിട്ടേൺ കിട്ടണം. അപ്പം ഇവിടെ നിങ്ങൾക്കുള്ളത് ഉള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് ഈ ഒരു ഫാക്കൽറ്റി, ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും ഈ ഒരു സ്റ്റേജ് ആണ്, ഈ ഒരു എന്താ പറയാ പ്ലാറ്റ്ഫോം ആണ്. സോ മാക്സിമൈസ് ഇറ്റ്, യൂട്ടിലൈസ് ഇറ്റ് മാക്സിമം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ഐ തിങ്ക് നമ്മൾക്ക് എന്ത് ചെയ്യാം? കൺക്ലൂഡ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. 1 second. Yeah. നിങ്ങൾ ഈ 2 ടൈപ്പല്ലേ? ഒന്ന് ഹോക്കയും ഒന്ന് ഗ്ലെയിമാ? 2 ഹോക്ക് ഉണ്ട്, ഗ്ലിം ഉണ്ട്, വയലി ഉണ്ട്, ബക്കർ ഉണ്ട്, ഒരുപാടുണ്ട്. അത് സോഫ്റ്റ്വെയർസ് ആണ്. അപ്പൊ നമ്മൾ എന്താ യൂസ് ചെയ്യണേ? നമ്മൾ ഹോക്ക് ആണ് ഫോളോ ചെയ്യുന്നത്. ഹോക്കാ? ഹോക്ക് സോഫ്റ്റ്വെയർ ഹോക്കാണ് കുറച്ചും കൂടി പഠിക്കാൻ എളുപ്പം അല്ലേ? അതായത് ഗ്ലിമ്മും വയലിയും ഒക്കെ പഠിക്കാൻ എളുപ്പമാണ്. ഹോക്കിന് അതിൻ്റെതായ ടഫ്നെസ് ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെ ലാംഗ്വേജ് വെച്ചിട്ട് ലാംഗ്വേജ്, അതിനകത്ത് യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി നമ്മൾക്ക് മലയാളീസിന് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഇതിനകത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നമ്മൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പോലെ കുറച്ച് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ തോന്നിയിട്ടില്ല മറ്റേത് കുറച്ച് ടഫാണെന്ന് തോന്നിയിട്ടില്ല. എല്ലാത്തിലും വരുന്ന കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഓക്കെ, അപ്പൊ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും എന്നല്ലാതെ നമുക്ക് ഒന്നാണ് ഭയങ്കര ഈസി, ഒന്ന് ഭയങ്കര ടഫ് എന്നില്ല. ഹോക്ക് മാത്രം പഠിച്ചിട്ട് പാസ്സാവുന്ന കുട്ടികളുണ്ട്, ഹോക്കും ഗ്ലിമ്മും വയലിയും പഠിച്ചിട്ട് പാസ്സാവുന്നതുണ്ട്. ഇത് 3ഉം പഠിച്ചിട്ടും കറക്റ്റ് ആയിട്ട് കോൺസെപ്ച്വലി പഠിക്കാത്തത് കൊണ്ട് ഫെയിൽ ആവുന്ന കുട്ടികളുണ്ട്. മനസ്സിലായോ? നമ്മൾ ഏത് മെറ്റീരിയൽ എടുക്കുന്നു എന്നുള്ളതിന് എന്തില്ല, പ്രസക്തി ഇല്ല. എല്ലാത്തിലും എല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു വർഷം ഹോക്ക് ആയിരുന്നു IMAയുടെ പാർട്ട്ണർ എന്ന് പറയുന്നത്, ഈ സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്ന പാർട്ട്ണർ. അടുത്ത വർഷം അത് ഗ്ലിം ആണ്, അടുത്ത വർഷം വല്ല. അപ്പം എല്ലാത്തിനും ഒരേ ഈക്വലി ഇമ്പോർട്ടൻസ് ആണ്. ഒന്നും എന്തല്ല ഭയങ്കര അഡ്വാൻസ്ഡോ മറ്റൊന്ന് ഭയങ്കര സിംപ്ലിഫൈഡോ അങ്ങനെയുള്ള ഒരു ഡിഫറൻഷിയേഷൻ ഇല്ല ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ മൂപ്പരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ആക്ച്വലി ഇതിനെ കുറിച്ച് വലിയ പിടുത്തില്ലേ. അപ്പം എന്റെ അടുത്ത് പറഞ്ഞു പഠിക്കാൻ എളുപ്പം ഹോക്കും ചെയ്യാൻ എളുപ്പം ഗ്ലിമോ എന്ന് പറഞ്ഞു. അതൊക്കെ നമ്മുടെ പെർസെപ്ഷൻ ആണ് കേട്ടോ. ഒരാള് ഫസ്റ്റ് ടൈം ഒരു സാധനം അപ്രോച്ച് ചെയ്യുമ്പോൾ, ഫസ്റ്റ് ടൈം എന്നല്ല, ഒരു കണ്ടിന്യൂസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ അവരെത്രത്തോളം അത് പെർസീവ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പക്ഷെ അതേപോലെ തന്നെ ആവണമെന്നില്ല.
നോക്കൂ, നമ്മളിപ്പം ഒരേ സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാണ്, രണ്ടാള് ഒരേ റൂം, ഒരേപോലത്തെ കാര്യങ്ങൾ, ബുക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നു, ഒരേ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരേപോലത്തെ ക്ലാസ്സസും കൊടുക്കുന്നു. എന്നിട്ട് ഒരു എക്സാം നടത്തി കഴിഞ്ഞാൽ രണ്ടുപേർക്കും കിട്ടുന്ന റിസൾട്ട് വ്യത്യാസം ഉണ്ടാവും അല്ലെ? എന്തുകൊണ്ടാ? നമ്മുടെ പെർസീവറൻസ്, നമ്മൾ എങ്ങനെയാണോ അത് പെർസീവ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടേ നമുക്ക് ആ ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിട്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അത് വ്യത്യാസമായിരിക്കും. അത് ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ ആണ് കേട്ടോ. എനിവേ, ഹോക്കാണ് കമ്പാരിറ്റീവ്ലി, ഇല്ല ഗ്ലിമും വൈലും ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോക്കാണ്. ഓക്കെ, ഓക്കെ താങ്ക് യു. അപ്പൊ ഈ ക്ലാസ് എങ്ങനെ ഡെയിലി ആണോ? ഞാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു കയറാന്. ഓക്കെ, അതിന്റെ ക്ലാസ്സും നമ്മുടെ എഡ്യൂക്കേഷൻ മാന്യതയുടെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഡെയിലി ക്ലാസ്സസ് ആണ് ഉണ്ടാവുക, 1.5 മണിക്കൂറിന്റെ ക്ലാസ്സസ് ആണ് ഉണ്ടാവുക, ലൈവ് സെഷൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് അത് റെക്കോർഡറും കൂടി അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ആ കാര്യങ്ങളൊക്കെ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ നമ്മുടെ കോർഡിനേറ്റർ ഉണ്ടല്ലോ, ഹെഡ് കോർഡിനേറ്റർ ഉണ്ട്, ഫെബി സാർ ഉണ്ട്, സാറുമായിട്ട് കോൺടാക്ട് ചെയ്ത് നമുക്ക് ഈ ഒരു മോർ ഫോക്കസ്ഡ് ഓൺ ദ CMA എക്സാം സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എനിവേ എന്തായാലും ആ ഡൗട്ട്സ് ചോദിച്ചത് അപ്രീഷിയബിൾ ആണ്. ഇങ്ങനെ ഒരു എന്താണ് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തിട്ട് നമ്മുടെ വോയിസ് റൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് മാം, ഒരു കൺസേൺ. നമ്മുടെ CA അല്ലെങ്കിൽ CPA ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ CMAയുടെ വാല്യൂ എത്രത്തോളം ഉണ്ട്? അതായത് CPA എന്ന് പറയുമ്പോൾ പബ്ലിക് അക്കൗണ്ടന്റ് ആയിട്ട് വരുന്ന കുറച്ചും കൂടി, ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ പറയുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ ഇതിനകത്ത് പറയുകയാണെങ്കിൽ ഒരു നോർമൽ അക്കൗണ്ടിങ് കോഴ്സ് ചെയ്ത ആളും ഒരു VAT കോഴ്സ് ചെയ്ത ആളും ഒരു ടാലി കോഴ്സ് ചെയ്ത ആളും ഒരു CA ചെയ്ത ആളും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവൂലേ? ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ CA കോഴ്സ് ചെയ്ത ആളും CMA USA ചെയ്ത ആളും തമ്മിൽ ഇന്ത്യയിൽ വരുമ്പോൾ എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട് അല്ലെ? അതേപോലെ CMA USA എന്ന് പറയുമ്പോൾ മാനേജീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ CPA എന്ന് പറയുമ്പോൾ CA ഓഫ് അമേരിക്ക ആണ്. അപ്പൊ അതിന് കുറച്ചും കൂടി എന്താണ് വാല്യൂ കുറച്ചും കൂടി ഉണ്ട്. അതുപോലെ തന്നെ ഹൈലി ഇന്റൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നമ്മൾ കവർ ചെയ്യുക. അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ ടഫും. അതിന് കമ്പാരിറ്റീവ്ലി പറയുകയാണെങ്കിൽ, കമ്പയർ ടു CMA പറയുകയാണെങ്കിൽ ഇതിനേക്കാളും ടഫ്നെസ് ഒക്കെ കൂടുതൽ ഉള്ളത് തന്നെയാണ് അതിന് അല്ലെ? നമ്മളിപ്പം CMA USA വെച്ചിട്ട് CA ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ CA വളരെ ടഫായിട്ട് നമുക്ക് തോന്നും, കാരണം അത്രയും ലെങ്ത് ഉണ്ട്, അത്രയും സ്റ്റേജസ് ഉണ്ട്, അത്രയും കാര്യങ്ങൾ കവർ ചെയ്യാനുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് CMA USA കമ്പാരിറ്റീവ്ലി എന്താണ് ഈസി ആയിട്ട് തോന്നും. അതുപോലെ നമ്മൾ CMA USA ടു CPA ചെയ്യുകയാണെങ്കിൽ CPA കുറച്ചുകൂടി ടഫാണ്. അതുപോലെ തന്നെ ടഫ് ആവുന്നതിനനുസരിച്ചിട്ട് അതിന്റെ വാല്യൂവും കൂടി കൂടും. ഓക്കെ, CPAക്കാണ് കൂടുതൽ വാല്യൂ വരിക. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് നമ്മളെ എക്സാം സ്ട്രക്ചർ കാര്യങ്ങളിലൊക്കെ? മാം, ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്. വർക്കിംഗ് 2 years ago വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ യെസ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വീണ്ടും അഡീഷണൽ ആയിട്ട് 2 yearsന്റെ. അപ്പം ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ IMA സൈറ്റ് ചെയ്തിട്ടുണ്ടാവും, ഒരു ഇന്ന റെലവൻറ്റ് ഫീൽഡ് എന്നുള്ള ഒരുപാട് ഫീൽഡ് ഉണ്ട്, ലിമിറ്റഡ് നമ്പർ ഒന്നും അല്ല, വൈഡ് വെറൈറ്റി ഓഫ് ഫീൽഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് അക്കൗണ്ടിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സർട്ടിഫിക്കേഷൻ മൂവ് ചെയ്യാം. ഓക്കെ, തീരെ ഒതുവായിട്ട് നമ്മൾ ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് റിലേറ്റ് ചെയ്തിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതൊക്കെ ആണെങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, അത് പറ്റാതിരിക്കുള്ളൂ. എനിക്ക് തോന്നുന്നത് ഓൾറെഡി വർക്കിംഗ് പ്രൊഫഷൻ ഉദ്ദേശിച്ചത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫീൽഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ? എനിക്ക് ഐ മീൻ നമ്മൾ എങ്ങനെ അല്ലെ, വർക്കിംഗ് പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണോ? അതെ, ഞാനിപ്പോ സീനിയർ ഫിനാൻഷ്യൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് 7 വർഷമായി. ഓക്കെ, അപ്പൊ പ്രശ്നമില്ല, ഈസി ആയിട്ട് നമ്മൾ ഇത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതന്നെ മതിയാവും. ഓക്കെ മാം, വേറെ any other doubts? Okay.
സോ നമ്മൾക്ക് 10:30 വരെയാണല്ലേ, 1 hour ആണ് നമ്മുടെ സമയം. അപ്പം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ക്ലാസ്സസ് കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ 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 സുബർ. സോ ഒരു ഡൗട്ട് കൂടെ. ചോദിച്ചോളൂ. ഓക്കെ, നമ്മള് കൂടുതലും സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ അനാലിസിസ് അതിലാണ് ഫോക്കസ് ചെയ്യുന്നത് പറഞ്ഞല്ലോ നമ്മുടെ Okay. സെക്കൻഡ് പാർട്ടിലും. ഓക്കെ. നമുക്ക് ഈ ഫോർമുല ബേസ്ഡ് ആണോ കൂടുതൽ? നമ്മുടെ MCQ ഒക്കെ ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണോ കൂടുതലും? രണ്ട് പാർട്ടിലും നമ്മൾക്ക് ഫോർമുല ഇൻ ദ സെൻസ് കാൽക്കുലേഷൻസിന് ആവശ്യമായിട്ടുള്ള ഫോർമുല അല്ല ഉദ്ദേശിക്കുന്നത്. അതെ അതെ അതെ. യെസ്. അപ്പൊ രണ്ട് സെക്ഷനിലും നമ്മൾക്ക് ഫോർമുലാസ് ഉണ്ട്. പക്ഷെ വളരെ ബേസിക് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ഒരു പ്ലസ്, ഒരു മൈനസ്, ഒരു മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളതിലപ്പുറം നമ്മൾ +2 മാത്സിലൊക്കെ പഠിച്ചിട്ടുള്ള പോലെ വലിയൊരു ഡിഫറൻഷിയേഷൻ, ഇന്റഗ്രേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് വരുന്ന കാൽക്കുലേഷൻ പറയുന്നത് പ്ലസ് മൈനസ് ആ ഒരു 4 എണ്ണം മാത്രമേ ഉള്ളൂ. അഡിഷൻ സബ്ട്രാക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ നമ്മൾക്ക് എന്തുണ്ടാകണം, നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റിന് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. നമ്മൾക്ക് അറിയുന്ന ഡാറ്റയെ ഈ ഒരു ഫോർമുലയിലേക്ക്, ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാവും എന്തായാലും. നമ്മളിപ്പോ പെർഫോമൻസ് വേരിയൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് വലിയൊരു ഇക്വേഷൻസ് ഉണ്ട്. പക്ഷെങ്കിൽ അതെന്താണ്, സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണ്, അത് ഇൻറ്റു ആക്ച്വൽ റേറ്റ് എന്താണ്, ക്വാണ്ടിറ്റി എത്രയാണ്, ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ്, അത് മൂന്നും തമ്മിൽ നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു ഡിഫറൻസ് മൈനസ്, ഇൻറ്റു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എന്തില്ല, നമ്മൾക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോർമുലാസും കാര്യങ്ങളൊന്നും ഇല്ല. ബട്ട് ഫോർമുലാസ് ഉണ്ട്, പക്ഷെ ഈസി ആയിട്ടുള്ളത്, കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ളതാണ്. ഓക്കെ മാം, ഓക്കെ മാം, താങ്ക് യു. ചോദിച്ചോളൂ, ഇതുപോലെ ഡൗട്ട്സ് ചോദിച്ചോളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഹലോ. യെസ് യെസ്. ഹലോ മാം, നെക്സ്റ്റ് ബാച്ച് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫബീഷ് സാർ ഒന്ന് പറയോ? Yeah, hi. Good evening, everyone. Yeah, good evening. Myself Febish, project coordinator ആണ്. Audible ആണല്ലോ എൻ്റെ voice അല്ലേ? Yes sir. Yeah, okay. So നമുക്ക് നെക്സ്റ്റ് ബാച്ച് ഇമീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് വീക്ക് ആണ്. And we are also starting the part 2 in upcoming month. So അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ നിങ്ങളിപ്പോൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുന്ന നമ്മുടെ കൗൺസിലേഴ്സ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു. ഓക്കെ. So any other doubts? ചോദിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മെന്റേഴ്സും കോർഡിനേറ്റേഴ്സും ഒക്കെ നമ്മുടെ കൂടെ അവൈലബിൾ ആയിരിക്കും, ഓൺലൈനിൽ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഇന്നത്തെ ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 5 minutes കൂടി ഉണ്ട് നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹലോ. യാ സർ, പറയൂ. നിങ്ങൾക്ക് ഇവിടെ വിദേശമാണ് ചെയ്യുന്നത്, അപ്പൊ ഇവിടെ ഒമാനിൽ എവിടെ സെന്റേഴ്സ് വരുന്നത്? സെന്റേഴ്സ് വരുന്നത് നമുക്ക് കറക്റ്റ് അറിയാൻ നമുക്ക് പ്രോമെട്രിക്കിൽ പോയിട്ട് നോക്കുകയാണ് ചെയ്യേണ്ടത്, വെബ്സൈറ്റിൽ പോയിട്ട് നോക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഓൾറെഡി ക്ലാസ്സസ് എടുത്തതാണോ, എക്സാം ഇപ്പൊ തന്നെ എഴുതുന്നതാണോ, അതോ നമുക്ക് നോക്കിയാൽ മതിയോ, പിന്നീട് നോക്കിയിട്ട് പറഞ്ഞു തന്നാൽ മതിയോ? ഓ മതി മതി മതി. അതിൽ നമ്മൾക്ക് പ്രോമെട്രിക് എന്ന് പറഞ്ഞിട്ട് എക്സാം എന്താണ് വെബ്സൈറ്റ് ഉണ്ടാവും, പ്രോമെട്രിക് സെന്റേഴ്സിന്റെ. ഓക്കെ, അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് അവൈലബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. പ്രോ സ്കെഡ്യൂളർ പ്രോമെട്രിക് എന്നുള്ള ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾക്ക് എന്ത് കൊടുത്താൽ മതി, സെർച്ച് അവൈലബിലിറ്റി എവിടെയാണുള്ളത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അതിന് അവർ ചോദിക്കും ഏതാ കൺട്രി, ഏത് എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ചോദിക്കും. അപ്പൊ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാം, ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് കേട്ടോ. ഓക്കെ.
എനിക്ക് തോന്നുന്നു എക്സാം സെന്റേഴ്സ് ഓൾമോസ്റ്റ് ഒരുവിധം എന്താ പറയാ മേജർ സിറ്റീസിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉള്ളത്, കേരളത്തില് ആദ്യം തിരുവനന്തപുരം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ എന്ത് ചെയ്തു, നമ്പർ ഓഫ് ഇത് ഡിമാൻഡ് കൂടിയതുകൊണ്ട് തന്നെ കാലിക്കറ്റ് തുടങ്ങി. കഴിഞ്ഞ വർഷം, കഴിഞ്ഞതിന് മുന്നത്തെ വർഷം എന്ത് ചെയ്തു, കാലിക്കറ്റിലും പ്രോമെട്രിക് സെന്റർ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ മേജർ സിറ്റീസിൽ എന്തായാലും ഉണ്ടാവും, സെലാല പോലുള്ള സിറ്റികളിലൊക്കെ എന്തായാലും ഉണ്ടാവും. ഓക്കെ, അല്ല വൺസ് ഒരു ഡൗട്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ നമുക്ക് എക്സാം ആവുന്ന സമയത്ത് നിങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല സെന്റേഴ്സും കാര്യങ്ങളൊക്കെ? എന്തായാലും നമ്മള് സെർച്ച് ചെയ്ത് എക്സാം എഴുതണോ? എങ്ങനെ സെന്റേഴ്സ് നമ്മൾ തന്നെ സെൽഫായിട്ട് സെർച്ച് ചെയ്തിട്ട് നമ്മള് എക്സാം ഫീ ഒക്കെ അടച്ച് നമ്മൾ തന്നെ എക്സാമിന് അറ്റൻഡ് ചെയ്യണോ? അങ്ങനെ വേണോ? അതായത് അതിനുള്ള എല്ലാ അസിസ്റ്റൻസും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെയ്തു തരും. എങ്ങനെയാണ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ. അപ്പൊ അത് സെൽഫായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ചെയ്തു തരും. ഓക്കെ, അത് നമ്മൾക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തായാലും ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തായാലും വിൽ ബി വിത്ത് യു. ഓക്കെ, അൺടിൽ നിങ്ങൾ അത് ക്വാളിഫൈ ചെയ്യുന്നത് വരെ വിൽ ബി വിത്ത് യു. അതാണ് നമ്മളെ അസിസ്റ്റന്റ് ഉണ്ടാവില്ല എന്ന് ഞാൻ ചോദിച്ചു. എന്തായാലും ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. ഓക്കെ. ഞാൻ ജസ്റ്റ് ലിസ്റ്റ് നോക്കിയപ്പോൾ മസ്കറ്റ്, സലാല, സോഹറിലൊക്കെ എന്തുണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇൻ ഡീറ്റെയിൽ ആയിട്ട് ലൊക്കേഷൻ നമുക്ക് എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള ആ സമയത്ത് നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ ഓക്കെ ശരി. സോ എനിക്ക് തോന്നുന്നു വി ആർ ഓൾമോസ്റ്റ് അല്ലെ, ടൈം ആയി നമ്മുടെ. സോ ഇത്തരം കാര്യങ്ങൾ, ദിസ് ഇസ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇനിയും നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാനും ഡിസ്കസ് ചെയ്യാനും ഉണ്ട്. വി വിൽ ബി ഇൻ നിങ്ങളുടെ ഈ ജേർണിയിൽ നമ്മളും കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം. ഓക്കെ, അസിസ്റ്റൻസ് ഉണ്ടാവും, എപ്പോഴും അസിസ്റ്റൻസ് ഉണ്ടാവും. സോ വി ഓൾ വാണ്ടഡ് യു ടു ക്വാളിഫൈ അല്ലെ. ആരൊക്കെയാണ് വരുന്നത്, ആരൊക്കെയാണോ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നത്, അവരൊക്കെയും ക്വാളിഫൈ ചെയ്യണം എന്നുള്ള മോട്ടീവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുന്നോട്ടേക്ക് പോകുന്നത്. സോ വി വിൽ വർക്ക് ആസ് എ ടീം ടു ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് റിസൾട്ട് ദാറ്റ് ഈസ് ബെനിഫിറ്റ് ഫോർ യു. ഓക്കെ, നിങ്ങളുടെ കരിയർ അഡ്വാൻസ്മെന്റിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ജേർണിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഈ വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് ഒരു ഫ്രണ്ട് ഫ്രം കുവൈത്തിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു. ഓൾറെഡി അക്കൗണ്ടന്റ് ആണ് ആള്, 5+ ഒരുപാട് വർഷങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പം കമ്പനിയിൽ എന്ത് വരാണ് അല്ലേ, പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ആ സമയത്ത് വന്ന ഒരു ലിസ്റ്റിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര ഇയേഴ്സ് 5+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് CMA, അതിനുശേഷം CMA അവർ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. CMA US ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 lakhs INR ആണ്. ഒരു കുവൈത്തിലേക്ക് പറഞ്ഞത് എനിക്ക് ആ എമൗണ്ട് ഓർമ്മയില്ല. INR-ലേക്ക് വരുമ്പോൾ അറൌണ്ട് 2 lakhs ആണ് അവർക്ക് ഇൻക്രിമെന്റ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. CMA എന്താണ് അവർ ഹെൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ആണ്. ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഓൾറെഡി അഡ്മിഷൻ എടുത്ത ആളുകളുണ്ട്, എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളുണ്ട്. സോ ഇൻവെസ്റ്റ്മെന്റ് വിൽ ബി ദ, നമ്മളിപ്പം ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് ബി ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അവർ ലൈഫ് അല്ലെ. ആ രീതിയിൽ മുന്നോട്ടേക്ക് പോകാനുള്ള എല്ലാ ഹെൽപ്പും മനേത് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. സോ എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ സാറിനെയോ അല്ലെങ്കിൽ നിങ്ങൾ ആരാണോ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള കരിയർ കൗൺസിലേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാം. സർ, നൗ Sabir sir? Yeah, okay. Okay. Sir, Okay, so now time to wind up. So നമ്മളുമായി ഈ വെബിനാറിൽ ജോയിൻ ചെയ്ത എല്ലാ കാൻഡിഡേറ്റ്സിനും മാനേത് എഡ്യൂക്കേഷൻ്റെ സൈഡിൽ നിന്ന് താങ്ക്സ്. ആൻഡ് നമ്മൾ ഇതിന് ശേഷവും നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ട്സും ഉണ്ടാവും. നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ കൗൺസിലേഴ്സും അക്കാഡമിക് കൗൺസിലേഴ്സും കരിയർ ഗൈഡൻസ് എക്സിക്യൂട്ടീവ്സും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി നമ്മളെ കോഴ്സസിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കരിയർ അഡ്വാൻസ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. സോ എന്തെങ്കിലും ഇനി കൂടുതൽ അറിയാനുണ്ടെങ്കിൽ നമ്മുടെ ഏത് ടൈമിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ നമ്പേഴ്സും കാര്യങ്ങളും നമ്മളിവിടെ ഷെയർ ചെയ്യുന്നതാണ് കമന്റ് ബോക്സിൽ. സോ എന്തെങ്കിലും അഡീഷണൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സോ താങ്ക് യു മാം. താങ്ക് യു ഫോർ ദ സെഷൻ. Yeah. And thank you everyone. Thank you participants.
താങ്ക് യു. താങ്ക് യു. താങ്ക് യു.